ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കണ്ണൂർ സ്റ്റൈലിൽ നിക്കാണ്ട് മാട്ടൂല് വെച്ച് കൂടെ പഠിച്ച ചങ്ങായിടെ തന്നെയാണ്. സോ അവിടെ പോണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതാണോ നിക്കാന്ന്? അല്ല, ഇത് ശ്രേയ സംഘടന സംഘടിപ്പിച്ച ഒരു ക്യാമ്പയിനാണ്, കണ്ണു പരിശോധനയാണ്. അവിടെ ഒന്ന് തല കാണിച്ചിട്ടാണ് നേരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. വണ്ടി ഏതാ? പുതിയതെടുത്താ? ഓക്കെ. ഗ്യാസ് ഒക്കെ ഉള്ള ഒറ്റയ്ക്ക് എങ്ങനെയാ ലാസ്റ്റ് ആയി കയറുന്നതെന്ന് വിചാരിച്ച് ചങ്ങായിമാരും കൂടെ വരാനായിട്ട് ഞാൻ വെയിറ്റ് ആക്കി. അവരെ കൂടെ വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ വാളിലത്തെ വർക്കെല്ലാം കൊള്ളാം. ആര് വരച്ചാണോ ആവും, എന്താണെങ്കിലും നന്നായിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നു. പോകുന്ന വഴിക്കെല്ലാം നല്ല മഴയായിരുന്നു. മരവും വീണ് കിടപ്പുണ്ടായിരുന്നു. 1-2 ദിവസത്തെ കരണ്ട് പോക്കിനുള്ള പരിപാടി ആക്കി വെച്ച മരമാണ് ഈ കിടക്കുന്നത്. അങ്ങനെ അവസരം മാട്ടൂൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആലക്കോട് മാത്രമേ മഴയുള്ളൂ തോന്നുന്നു. ഇങ്ങോട്ടൊന്നും അത്ര മഴയൊന്നുമില്ല. വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് നേരെ പോയിട്ടുണ്ടായിരുന്ന ഫ്രണ്ട്സിന്റെ അടുത്തേക്കാണ്. ഇവരൊക്കെ അറിയണ്ട. ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. ഇവനാള് കുഴപ്പമില്ലല്ലേ. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ഇവിടെ ഇത്ര പരിപാടി നടക്കുന്നുണ്ടെങ്കിലും എന്റെ നോട്ടം പോയത് ഇതിനകത്തേക്കാണ്. ഫുഡ് അത് കഴിഞ്ഞിട്ടുള്ളല്ലോ എല്ലാം. ഏതാ ചെറുപ്പക്കാരൻ? ഞാൻ മണവാളൻ. അധികം സമയം കളയാതെ നേരെ ഒരു ഫോട്ടോ എടുത്ത് ഫുഡിലേക്ക് ഞങ്ങൾ ഫോക്കസ് ചെയ്ത് ഫുഡ് അടിയും കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദറിന് ചാൻസ് ആക്കി തന്ന ശുപ്പനും തമ്മിക്ക് ഒരേ ടൈംസ് പറഞ്ഞ് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് വൈബ് അടിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു കോട്ടക്കുന്നിലേക്കായിരുന്നു. തളിപ്പറമ്പ് തന്നെയാണ് ആ സ്പോട്ട് വരുന്നത്. അവിടെ എത്തിയപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കിയത്. അവിടെ 4 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. അങ്ങനെ അവിടെ 1 മണിക്കൂറോളം പോസ്റ്റ് അടിച്ച് ചെന്നപ്പോഴത്തേക്ക് അവർ ഓപ്പൺ ആക്കി. അവിടെ അത്യാവശ്യം കയറി നോക്കിയപ്പം വലിയ രീതിയിലൊന്നും കാണാനിട്ടില്ല. പണ്ടത്തെ രീതി എല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. അവിടെ നെറ്റിലടിച്ച് ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. സോ അധികം നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യാതെ നേരെ അവിടുന്ന് പോന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു ആ കുന്നിറങ്ങി താഴെ കിട്ടുന്ന ചായക്കടയിലേക്കായിരുന്നു. ഇതുവരെ കാണാത്തതും കണ്ടതുമായിട്ടുള്ള കടികളെല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്തു. അത് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് വർത്താനവും പറഞ്ഞ് നേരെ ബൈ പറഞ്ഞു. അവര് നേരെ കാസർഗോഡിനും പോയി, ഞാൻ നേരെ ആലക്കോടിനും പോകുന്നു. അപ്പൊ ഇതിലും നല്ല വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. അതുവരേക്കും ബൈ.